ശരിക്കും അവർ തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു കാര്യത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ടിട്ട് അതിനെ ഇട്ടിട്ട് അങ്ങ് ചേരി തിരിഞ്ഞ അക്രമമാണ്. ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല. സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പൊ അതിപ്പം ഇപ്പൊ എന്താണ് കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോ നമ്മൾ തീർത്ത് ഈ ഒരു തെരച്ചില് ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ, ഒരു വർഗീയ തലത്തിലുള്ള ആള് ഇപ്പൊ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള വർഗീയ